സംസ്ഥാന സർക്കാരിനും CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഓരോ ദിവസവും തിരിച്ചടികളും ചോദ്യങ്ങളുടെ പെരുമഴയുമാണ്. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ PR വർക്കിനെ പൊളിച്ചൊടുക്കി മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി ഇറങ്ങിയതാണെന്ന ചോദ്യം സോഷ്യൽ മീഡിയ ഉയർത്തിയിരുന്നു. മാത്രവുമല്ല, നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും നടക്കണ്ട, ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറിയോട് മമ്മൂട്ടി പറഞ്ഞതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ആ പാലമിടൽ വേണ്ട, മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് ലിങ്ക് നീക്കി അതിശക്തമായ മറുപടി നൽകിക്കൊണ്ട് സുധാകരനുമുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല. ഇടതുമുന്നണിയിലാണെങ്കിൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. 3 സീറ്റ് കൂടുതൽ വേണം, വാക്ക് പാലിക്കണമെന്ന അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് RJD. വനിതാ സഖാക്കളെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് വിമർശിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്തിറങ്ങി. അതായത് PK ശശിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. സർക്കാരിനെ ചട്ടം പഠിപ്പിച്ച IAS ഉദ്യോഗസ്ഥരും ഇതിനിടയിൽ രംഗത്തുണ്ട്. ഏതായാലും തർക്കങ്ങളും ചോദ്യങ്ങളും CPM-ന് തീരുന്നേയില്ല. റോഡ് ആരുടേതെന്ന് തർക്കം. ഒടുവിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചു UDF. മുഖ്യമന്ത്രി നാട്ടുകാരനാണെന്ന് പറയാൻ ലജ്ജിക്കുന്നുവെന്ന സുധാകരൻ, ഹരിച്ചു മുടിച്ചെന്ന് വേണുഗോപാൽ. ഏതായാലും പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസെ, രാജീവ് ചന്ദ്രശേഖറെ വിഡ്ഢിയാക്കല്ലേ, ശിശുമരണ നിരക്ക് കുറഞ്ഞത് CPM-ന്റെ നേട്ടമല്ല, യുവാക്കൾ കേരളം വിട്ട് ഓടിപ്പോയതുകൊണ്ടാണെന്ന മറുപടിയുമായി നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല. പാലക്കാട് CPI-യിൽ പേയ്മെന്റ് സീറ്റ് വിവാദം, വ്യവസായിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ ആരോപണം, SFIയുടെ നേതാക്കളുടെ തമ്മിൽ തല്ലും പാർട്ടിക്ക് ചോദ്യമായിട്ടുണ്ട്. ജോയിന്റ് സെക്രട്ടറിയുടെ പരാതിയിൽ യൂണിറ്റ് സെക്രട്ടറിക്കെതിരെ കേസെടുത്തു എന്നാണ് റിപ്പോർട്ട്. CPM ഓഫീസിൽ ഇത്രയും കാലം തറവാട്ടിൽ പിറന്ന സ്ത്രീകളല്ലേ കയറിയത്? മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെ മഹിളാ അസോസിയേഷൻ രംഗത്ത് വന്നതോടെ CPM അടിമുടി വെട്ടിലായിരിക്കുകയാണ്. അധികാരം ഒഴിയും മുൻപ് ഇതിനിടയിൽ 1000 കോടി രൂപ കടമെടുക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ എന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 3000 പരാതികൾ, ഞെട്ടിക്കുന്ന അവസ്ഥയെന്ന് വിമർശനവുമായി പ്രതിപക്ഷം, പ്രത്യേകിച്ചും BJP രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ധർമ്മടം പോലും കുലുങ്ങിക്കൂടുന്നില്ല എന്ന നിരീക്ഷണവുമായി ശക്തിധരനും രംഗത്തുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും നടക്കേണ്ട, ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറിയോട് മമ്മൂട്ടി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ തന്റെയൊപ്പം നടന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് നീരസം പ്രകടിപ്പിച്ച നടൻ മമ്മൂട്ടി. നിങ്ങൾ എപ്പോഴും എൻ്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്നായിരുന്നു മമ്മൂട്ടിയുടെ ചോദ്യം. ഏതായാലും ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കാനായി വരുന്നതിന് തൊട്ടു മുൻപാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിലെത്തിയത് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ K റൌഫിക് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നേരത്തെ തന്നെ ടൗൺഷിപ്പിലുണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മമ്മൂട്ടി സർക്കാരിന്റെ PR ടീമിനെ പൊളിച്ചടുക്കിയോ എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു. വയനാട് PR ആഘോഷവുമായി ഇറങ്ങിയ സംസ്ഥാന സർക്കാരിനും CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും സോഷ്യൽ മീഡിയ വക കൊട്ടോടുകൊട്ട്. കാരണം മറ്റൊന്നുമല്ല, മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി ഇന്ന് അവിടെ സന്ദർശിച്ചപ്പോൾ ജനങ്ങൾ നൽകിയ പണമാണ് വയനാട് ടൗൺഷിപ്പ് എന്ന് മെഗാതാരം പറഞ്ഞതോടെ സർക്കാരിന്റെ PR-നെ വെട്ടിലാക്കിയോ മമ്മൂട്ടി എന്ന പുതിയ ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചതും പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചതും വെറുതെ നാടകമാണെന്നൊക്കെ പറഞ്ഞും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്നേഹം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയവർക്ക് ഇപ്പോൾ അതാ 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയും സർക്കാരും ഒന്നും ഔദാര്യമായി നൽകിയതല്ല, ജനങ്ങൾ നൽകിയ പണമാണ് വയനാട് ടൗൺഷിപ്പ് എന്നും മമ്മൂട്ടി വ്യക്തമാക്കിയതോടെ ഏതായാലും സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണോ, PR ടീമിനെ വെട്ടിലാക്കിയിരിക്കുകയാണോ മമ്മൂട്ടി എന്നാണ് പുതിയ സോഷ്യൽ മീഡിയയുടെ ചോദ്യം. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. വയനാട് ടൗൺഷിപ്പിൽ നേരിട്ടെത്തിയാണ് മമ്മൂട്ടി പറഞ്ഞത്. ഏതായാലും വീഡിയോ വൈറലായതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് മമ്മൂട്ടിയെ അഭിനന്ദിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും സർക്കാരിനെ ട്രോളിക്കൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാമൂഹിക മൂലധനമുള്ളതെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും വയനാടെന്നും മമ്മൂട്ടി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച മാതൃകാ ടൗൺഷിപ്പ് കാണാൻ നേരിട്ടെത്തി മെഗാസ്റ്റാർ മമ്മൂട്ടി. ടൗൺഷിപ്പ് നടന്നു കണ്ട മമ്മൂട്ടി താമസക്കാരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് മടങ്ങിയത്. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നതെന്നും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാമൂഹിക മൂലധനം ഉള്ളതെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. അപൂർവമായി മാത്രമേ ഇങ്ങനെയുണ്ടാകൂ. ഒരു നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് നിരാശ്രയരായ ആപത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയതാണിത്. ഇത് സംഭാവന ചെയ്തുണ്ടാക്കിയത് ജനങ്ങളാണ്. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്നും പിരിച്ച കാശാണ് സർക്കാർ കൊടുക്കുന്നത്. കേരളത്തിന്റെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹിക മൂലധനമാണ് ഈ കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും മമ്മൂട്ടി പറഞ്ഞു.
ടൗൺഷിപ്പിലെത്തിയ മമ്മൂട്ടിക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചു. ഏതായാലും പ്രധാനമന്ത്രിയുടെ താടിയിൽ കുറുമ്പോടെ പിടിച്ച നൈസമോൾക്ക് കേരള സർക്കാർ ടൗൺഷിപ്പിൽ ആശ്വാസ തണൽ വീടായി. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അതൊന്നും പ്രധാനമന്ത്രി കൊടുത്തില്ല, മുഖ്യമന്ത്രി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് തള്ളാനിറങ്ങിയ CPMന്റെ സൈബർ PR ടീമിനെ വെട്ടിലാക്കിക്കൊണ്ട് മമ്മൂട്ടി ഇപ്പോൾ പറഞ്ഞതാണ് ചർച്ചയാകുന്നത്. ഇത് ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ സ്നേഹമാണ്, ഇത് കേരളത്തിന്റെ മാത്രം മാതൃകയാണെന്നുള്ളത്. ആലപ്പുഴ പെരുമ്പളം പാലം ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സംപ്രേഷണത്തിന്റെ ലിങ്ക് തന്റെ സമൂഹ മാധ്യമ പേജിൽ നിന്നും നീക്കം ചെയ്ത് G. സുധാകരൻ. മുഖ്യമന്ത്രി പാലം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലെ മുഖ്യ അതിഥിയായി സുധാകരനെയാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല. ഇതോടെ സുധാകരനും CPM നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ മങ്ങി. മുഖ്യമന്ത്രിയായിരുന്നു പാലത്തിന്റെ ഉദ്ഘാടകൻ. ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സംപ്രേഷണം ഉണ്ടാകുമെന്ന് സുധാകരന്റെ ഫേസ്ബുക്ക് പേജിൽ രാവിലെ അറിയിപ്പുണ്ടായിരുന്നു. അതോടെ സുധാകരനും പാർട്ടിയും തമ്മിലുള്ള പിണക്കത്തിന്റെ മഞ്ഞുരുകി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നു. എന്നാൽ തന്റെ അറിവോടെയല്ല അറിയിപ്പ് വന്നതെന്നും പേജിന്റെ അഡ്മിനാണ് അത് ചെയ്തതെന്നും പറഞ്ഞ സുധാകരൻ ലൈവ് ലിങ്ക് നീക്കം ചെയ്യുകയായിരുന്നു. ഒരു CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് അഡ്മിൻ. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് സുധാകരനെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും മുഖ്യാതിഥിയായി നോട്ടീസിൽ പേരും ചിത്രവും ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുധാകരൻ വിട്ടുനിന്നതെന്നാണ് വിവരം. അതിനിടെ ആലപ്പുഴയിൽ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരന്റെ വീടിന് സമീപമാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. 9:45 കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ മുഖ്യമന്ത്രി കുട്ടനാട്ടിലെ പരിപാടിക്ക് ശേഷമാണ് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി പോയത്. മുഖ്യമന്ത്രി സുധാകരനുമായി സംസാരിക്കുമെന്ന പ്രതീക്ഷ ചില നേതാക്കൾക്കുണ്ടായിരുന്നു. പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2016-ൽ ഇടത് സർക്കാർ വന്നതിനാലാണ് പാലം യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡ് ആരുടേതെന്ന തർക്കം ഒടുവിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. വയനാട് വെള്ളമുണ്ട 8-4 നിന്ന് തുടങ്ങി വാരാമ്പറ്റ പടിഞ്ഞാറത്തറയിൽ അവസാനിക്കുന്ന റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി MP ആയിരിക്കെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി CRI ഫണ്ട് വകയിരുത്തിയതാണ് റോഡ് നവീകരിക്കാൻ തുക അനുവദിച്ചതെന്നും ഇത് സംസ്ഥാന പദ്ധതിയാക്കിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആരോപിച്ച് UDF ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. പല കാര്യങ്ങളും മറച്ചുവെച്ച് പൂർണ്ണമായും സംസ്ഥാന പദ്ധതിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഉദ്ഘാടന പരിപാടികൾ ആസൂത്രണം ചെയ്തതെന്ന് UDF കുറ്റപ്പെടുത്തി. സ്ഥലം MDയെ അവഗണിച്ചാണ് ഉദ്ഘാടന പരിപാടികൾ തീരുമാനിച്ചതെന്നും UDF ആരോപിച്ചു. CPMനുള്ള ചോദ്യങ്ങൾ തീരുന്നേയില്ല. RJD അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ്. 3 സീറ്റ് കൂടുതൽ വേണം, വാക്ക് പാലിക്കണമെന്ന് RJD. ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായി CPMുമായി നടത്തിയ ചർച്ചയിലെ അതൃപ്തി പരസ്യമാക്കി രാഷ്ട്രീയ ജനതാദൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് കൂടുതൽ വേണമെന്ന ആവശ്യമാണ് സംസ്ഥാന നേതൃയോഗം ഉയർത്തിയത്. CPMുമായി നടത്തിയ ചർച്ചയിൽ തൃപ്തിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ വാക്ക് CPM പാലിക്കണമെന്നും ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും സംസ്ഥാന നേതൃയോഗം ആവശ്യപ്പെട്ടു. PK ശശിയെ CPMൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയുള്ള പരാമർശത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി. തറവാട്ടിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ഇനി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറാമെന്ന ഏരിയ സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെ വിമർശനം ഉയരുകയാണ്. നാരായണൻകുട്ടിക്കെതിരെ പ്രതിഷേധം പരസ്യമാക്കി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ രംഗത്തെത്തി. ഇത്രയും കാലം CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറിയ സ്ത്രീകൾ തറവാട്ടിൽ പിറന്നവരല്ലേ എന്ന ചോദ്യമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഉയർത്തുന്നത്. CPM തെങ്കര എന്ന പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വനിതാ സഖാക്കളാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ഏരിയ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്നും CPMലെ വനിതാ സഖാക്കളെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശമാണ് നടത്തിയതെന്നും വിമർശനമുണ്ട്. മുഖ്യമന്ത്രി നാട്ടുകാരനാണെന്ന് പറയാൻ ലജ്ജിക്കുന്നുവെന്ന് സുധാകരൻ, ഭരിച്ചു മൂടിച്ചെന്ന് വേണുഗോപാൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ തിരുവനന്തപുരത്തെ സമാപന വേദിയിൽ ഇടതു ഭരണത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. 10 വർഷത്തെ ഇടതു ഭരണത്തിലൂടെ കേരളം നശിച്ച് നാശത്തിന്റെ ഗർത്തത്തിലേക്ക് വീഴുകയാണെന്ന് K. സുധാകരൻ MP പറഞ്ഞു. പിണറായി വിജയൻ തന്റെ നാട്ടുകാരനാണെന്ന് പറയാൻ ലജ്ജിക്കുന്നു. കഴിവും പ്രാപ്തിയുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലെന്നും സുധാകരൻ ആരോപിച്ചു. 10 വർഷത്തെ കേരളത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാടുമുടിച്ച ഭരണമാണ് കേരളത്തിലേത്. എത്ര പരസ്യം നൽകിയാലും മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം നന്നാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ചെന്നിത്തല പറഞ്ഞു. 10 കൊല്ലം കേരള ജനതയെ ഭരിച്ചു മുടിച്ച സർക്കാരിന്റെ പടിയിറക്കം കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനത ഒന്നാകിയെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അവിടെ കൊണ്ടും തീർന്നില്ല. സന്താനോൽപാദന ശേഷിയുള്ള ഭൂരിഭാഗം യുവാക്കളും കേരളം വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറയുന്നു എന്ന ഇടത് സർക്കാർ മേനി നടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നിട്ടുണ്ട്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഇത് പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഒരു വിഡ്ഢിയെ ചിത്രീകരിച്ച് ജോൺ ബ്രിട്ടാസ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ്. ശിശുമരണനിരക്ക് രാജീവ് ചന്ദ്രശേഖരനെ പൊളിച്ച് ജോൺ ബ്രിട്ടാസ് എന്ന തലക്കെട്ടോടെയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഈ ചതിയൻ വീഡിയോ പുറത്തുവന്നത്. ഇതിന് ഇടത് സൈബർ ഗ്രൂപ്പുകൾ വൻ പ്രചാരണം നൽകുകയും ചെയ്തു.
പാലക്കാട് CP-യിലാണെങ്കിൽ പേയ്മെന്റ് വിവാദം, വ്യവസായിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ CP-യിൽ പേയ്മെന്റ് വിവാദം വന്നതോടെ ആ വഴിക്കും ഇടതുമുന്നണി വെട്ടിലായിരിക്കുകയാണ്. SFI നേതാക്കളാണെങ്കിൽ തമ്മിൽ തല്ലും. പത്തനംതിട്ടയിൽ SFI നേതാക്കൾ തമ്മിൽ തല്ലിയ സംഭവത്തിൽ കോന്നി പോലീസ് കേസെടുക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 3000 പരാതികൾ ഞെട്ടിക്കുന്ന അവസ്ഥയെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ ചട്ടം പഠിപ്പിച്ച IAS ഉദ്യോഗസ്ഥർ കൂടി രംഗത്ത് വന്നതോടെ ആ വഴിക്കും ഇടതുമുന്നണി സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ അസോസിയേഷനോട് സർക്കാർ കോടതിയിൽ പരാജയപ്പെട്ടത്. ഇതിനിടയിൽ അധികാരം ഒഴിയും മുൻപ് 1000 കോടി രൂപ കടമെടുക്കാൻ പിണറായി സർക്കാർ ഒരുങ്ങുന്നുവെന്ന വാർത്തകളുമുണ്ട്. ഇങ്ങനെ പോയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം പോലും കുലുങ്ങിക്കൂടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ G. ശക്തിധരൻ സോഷ്യൽ മീഡിയ കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ ആളിക്കത്തുന്ന തീയണയ്ക്കാൻ ഏതാനും മിനിറ്റ് മതി, പക്ഷേ അവതാരങ്ങൾ മുഖ്യമന്ത്രിയെ അതിനനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് തുടങ്ങുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഏഴകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ചെങ്കൊടി പശ്ചിമ ബംഗാളിലും ക്രെംലിനിലും സംഭവിച്ചതുപോലെ ഈ മണ്ണിൽ നിന്നും എത്രയും വേഗം പിഴുതെറിയണമെന്നാണ് മാഫിയകൾ ആഗ്രഹിക്കുന്നത്. പുന്നപ്ര വയലാറിന്റെ ഭൂമിയിലും കടന്നുകയറി ആധിപത്യം ഉറപ്പിച്ചു കളയാമെന്ന ഹുങ്കിലാണ് കാളികൂളി സംഘം. പക്ഷേ G. സുധാകരനെ പോലെ ലക്ഷണമൊത്തൊരു പോരാളിക്ക് ഇതൊന്നും നിസ്സംഗമായി നോക്കിയിരിക്കാനാകില്ല. അത് നിർമ്മിച്ചിരിക്കുന്ന മൂശ മറ്റൊന്നാണ്. V. ശിവൻകുട്ടിയല്ല G. സുധാകരൻ. അതുകൊണ്ടാകണം EP ജയരാജൻ മന്ത്രി ശിവൻകുട്ടിയുടെ അധിക്ഷേപത്തെ പച്ചയ്ക്ക് തള്ളിപ്പറഞ്ഞത്. പാർട്ടിക്ക് മുകളിലാണെന്ന് കരുതുന്നവരെ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ ശിവൻകുട്ടിക്ക് എന്താ അവകാശം? ആരാ ശിവൻകുട്ടി? നിഷ്കളങ്കരായ കുറച്ച് ചുമട്ട് തൊഴിലാളികളെ വാടകയ്ക്ക് തല്ലാൻ കിട്ടുമെന്ന ഹുങ്കിലല്ലേ ഈ ഭീഷണിയല്ല? തലമറന്ന എണ്ണ തേക്കരുത് ശിവൻകുട്ടി. അങ്ങ് വെറും ഒട്ടിപ്പാണ്, വെറും പുറംപൂച്ചാണ്. മുഖ്യമന്ത്രിയുടെ മരുമകന് പഠിക്കുകയാണ് അങ്ങ്. ഏത് നിമിഷവും ഒട്ടിപ്പിളകും. ഒരു G. സുധാകരൻ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന വോട്ട് എത്രയാകും? പയ്യന്നൂരിൽ നിന്ന് V. കുഞ്ഞികൃഷ്ണൻ റാഞ്ചുന്ന വോട്ട് എത്രയാണ്? പരസ്യമായി CPM-ന്റെ 500 തട്ടകങ്ങളെങ്കിലും സംസ്ഥാന സെക്രട്ടറിയുടെ സ്വയം പ്രധാനാർത്ഥം കൊണ്ട് ഉലഞ്ഞിരിക്കുകയാണ്. അതല്ലേ അമേരിക്കൻ ചാരസംഘടനയ്ക്ക് ജോൺ ബ്രിട്ടാസ് നൽകിയ ദീർഘ അഭിമുഖത്തിൽ അച്യുതാനന്ദൻ മന്ത്രിസഭയെ പാർട്ടി കത്തിച്ചു കളയുമെന്ന് പ്രഖ്യാപിപ്പിച്ചത്. ബദൽ മന്ത്രിസഭ ഉടൻ ഉദിച്ചുയരുമെന്നും ബ്രിട്ടാസ് വീമ്പടിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. VS മന്ത്രിസഭ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ജനപ്രിയനായ VS-നെ ചൂണ്ടിക്കാട്ടി വോട്ട് പിടിച്ചിട്ട് പിൻവാതിലിലൂടെ പിണറായി വിജയനെ സിംഹാസനത്തിൽ എത്തിച്ചു. മാത്രമോ, പെറ്റിട്ട കാലം മുതൽ ഒരു വിപ്ലവകാരിയായിരുന്ന G. സുധാകരൻ 55-ാം വയസ്സിൽ കിട്ടിയ മന്ത്രിസ്ഥാനത്തെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ 2ാം വിവാഹത്തിന് കണ്ടുവച്ചിരുന്നവന്റെ മന്ത്രിപദവി. അത് മറ്റാർക്കും ഇല്ലാത്ത വിധം പ്രധാന വകുപ്പുകളെല്ലാം കുത്തി നിറച്ചതും. ബന്ധു സഹസ്ര കോടീശ്വരനാകുമ്പോൾ അമ്പരചുംബികൾക്ക് എന്ത് പഞ്ഞം! പാർട്ടിയുടെ അടിസ്ഥാന നയ സമീപനങ്ങളെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടും ജോൺ ബ്രിട്ടാസ് എന്ന ഈ ഒറ്റുകാരനെതിരെ ഒരു നടപടിയും പാർട്ടി എടുത്തില്ല. ഇപ്പോൾ G. സുധാകരനെതിരെ ചന്ദ്രഹാസം വിളക്കുന്ന പാർട്ടി ഈ ചാരനെതിരെ എന്ത് നടപടിയെടുത്തു? ഈ അപജയങ്ങൾ കൊണ്ടൊന്നും ജനം കുലുങ്ങില്ല എന്നത് മറ്റൊരു ദുര്യോഗം. ഇപ്പോൾ ജനത്തിന് ഒരു താരത്തെ കൊണ്ട് കാണിച്ചാൽ മതി, അപ്പോൾ വീഴും. അല്ലെങ്കിൽ ഒരു കിറ്റ്. നവോത്ഥാന നായകർ കെട്ടിപ്പടുത്ത കേരളം ആവിയായിപ്പോയി. മുഖ്യമന്ത്രിക്ക് താരങ്ങളുമായുള്ള ബന്ധമാണ് ഇപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള തുറുപ്പ് ചീട്ട്. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? എന്താ ഇവരൊക്കെ കൽപ്പാന്തകാലം ജീവിക്കുന്നവരാണോ? പക്ഷെ അടപടലം ഇതെല്ലാം മാറാൻ പോവുകയാണ്. ഇങ്ങനെ പോയാൽ ധർമ്മടം പോലും കുലുങ്ങിക്കൂടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്.